തർക്കമുള്ള 4 സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രവീൺ കുമാറിന് സാധ്യതയേറി. സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിന് പ്രവീൺ കുമാറിന്റെ പേര് കൈമാറി. വയനാട് ടി സിദ്ദിഖിനാണ് സാധ്യത. ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ് എന്നിവർ സ്ഥാനാർത്ഥികളാകും. രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുക. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണനും തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ബാബുവും ആദ്യം ചേരുകയാണ്. ഉണ്ണി, ഒടുവിൽ വടകരയിൽ പ്രവീൺ കുമാർ എന്നുള്ളതാണോ KPCCയുടെ അല്ലെങ്കിൽ നേതാക്കളുടെ ഒരു പൊതുധാരണ? ശരത്, തീർച്ചയായും അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് പ്രവീൺ കുമാറിന്റെ പേരിലേക്ക് KPCC നേതൃത്വം എത്തുന്നത്. വടകരയിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് പാർട്ടിക്ക് വലിയ തലവേദനയായി തുടർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ചുരുക്കപ്പട്ടികയിൽ നിരവധി പേരുകൾ പരിഗണിച്ചിരുന്നു. VM സുധീരൻ, ബിന്ദു കൃഷ്ണ തുടങ്ങിയ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC നേതൃത്വം അവരെ അനുനയിപ്പിക്കാനും മത്സരിപ്പിക്കാനുമുള്ള ശ്രമമാണ് നടത്തിയത്. എന്നാൽ VM സുധീരനും ബിന്ദു കൃഷ്ണയും ഒന്നും മത്സര രംഗത്തേക്ക് വരാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഏറ്റവും ഒടുവിലെ സാധ്യത എന്ന രീതിയിൽ പ്രവീൺ കുമാറിന്റെ പേരിലേക്ക് എത്തുന്നത്. പ്രവീൺ കുമാർ മുരളീധരനുമായി അടുപ്പമുള്ള നേതാവാണ്. ആ രീതിയിൽ കോൺഗ്രസിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമെന്നും വളരെ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിയുമെന്നുമാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതേസമയം തന്നെ പ്രാദേശികമായ അടക്കം എത്രമാത്രം കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി പ്രവീൺ കുമാർ മാറുമെന്നതിൽ ആശങ്കയുണ്ട്. സജീവ് മാറോളിയുടെ പേര് നേരത്തെ പരിഗണിച്ചതാണ്. ആ പേര് ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രവീൺ കുമാറിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നത്. നേരത്തെ തന്നെ മുല്ലപ്പള്ളിക്ക് മേൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദം വളരെ ശക്തമായിരുന്നു. ഇന്നലെ അദ്ദേഹം മത്സരിക്കണമെന്ന് സുധീരനടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഹൈക്കമാൻഡ് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടിയിരുന്നു. ഇക്കാര്യത്തിൽ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് മുല്ലപ്പള്ളിയെ ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്നായിരുന്നു. എന്നാൽ മുല്ലപ്പള്ളി ആകട്ടെ താൻ നേരത്തെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അധികം മത്സരിക്കാനുള്ള സാധ്യത കുറയുകയാണ്. ഇനി രാഹുൽ ഗാന്ധിയോ മറ്റോ ഇടപെട്ട് നിലവിൽ നൽകിയിരിക്കുന്ന പ്രവീൺ കുമാറിന്റെ പേര് അത്ര പ്രാപ്തനല്ല എന്ന് ഒരു വിലയിരുത്തലുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്താൽ മാത്രമേ മുല്ലപ്പള്ളി വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയുള്ളൂ. അപ്പോഴും അദ്ദേഹം വഴങ്ങുമോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിൽക്കുക. ഇന്നലെ നമ്മൾ കണ്ടതാണ് സമീപത്തുള്ള മണ്ഡലങ്ങളിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ അവിടെ വടകരയിൽ വളരെ ശക്തമായ രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കണം, അതിനുവേണ്ടി മുല്ലപ്പള്ളി തന്നെ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ ഒരു സമ്മർദ്ദം നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രവീൺ കുമാറിന്റെ പേര് അന്തിമ തീരുമാനമാക്കിക്കൊണ്ട് അത് രാഹുൽ ഗാന്ധിയുടെ പരിഗണനയ്ക്കായി വിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് വളരെ നിർണായകമാവുക. വടകര സീറ്റിന്റെ കാര്യത്തിൽ ഇന്നലെ രാത്രി തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ ഉണ്ടായില്ല. രാഹുൽ കർണാടക സന്ദർശനം കഴിഞ്ഞെത്തുമ്പോൾ വൈകിയതുകൊണ്ട് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ഉച്ചയ്ക്ക് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ പരിപാടികളുണ്ട്. അതിനു മുമ്പ് തീരുമാനമുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഞാൻ മടങ്ങി വരാം കിരൺ ബാബുവിലേക്ക്. കിരൺ, ഈ ഒരു പേരിലേക്ക് വന്നാൽ എങ്ങനെയാവും അത് പൊതുവെ സ്വീകരിക്കപ്പെടുക? ഇപ്പോൾ തന്നെ വടകരയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾ, അതൃപ്തി, അതുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ അത് മൂർച്ഛിക്കാൻ ഇടവരുത്തുമോ? കാരണം ഒരു ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന വികാരം പ്രവർത്തകരിലേക്ക് പകരാൻ കഴിയുന്ന ആലോചനകളാണോ കോൺഗ്രസിൽ നടക്കുന്നത്? പ്രവീൺ കുമാറിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം എത്തി നിൽക്കുന്നത്. ശരത്, പ്രധാനമായും വടകരയിൽ മുല്ലപ്പള്ളി ആദ്യം തന്നെ സ്ഥാനാർത്ഥിത്വം ടി സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിയായി വരും എന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രതീക്ഷ. മുല്ലപ്പള്ളി അതുകൊണ്ട് തന്നെ ടി സിദ്ദിഖിന്റെ പേരിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. മറ്റു പേരുകളിലേക്ക് ഗൗരവമായി കടന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. ടി സിദ്ദിഖ് എന്നാൽ വയനാട് തന്നെ മത്സരിക്കണമെന്നുള്ള ഉറച്ച നിലപാട് നിൽക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ നിലപാടിന് മുന്നിൽ ഒടുവിൽ വഴങ്ങേണ്ടി വന്നു. വയനാട് കാര്യത്തിൽ ടി സിദ്ദിഖ് തന്നെ എന്ന തീരുമാനത്തിലേക്ക് വന്നു. അതോടുകൂടിയാണ് മറ്റു 3 മണ്ഡലങ്ങൾ ആലപ്പുഴയും ആറ്റിങ്ങലും വടകരയും അതോടൊപ്പം വയനാട് ായിരുന്നു തർക്കത്തിൽ നിന്നത്. ഈ ബാക്കി 3 മണ്ഡലങ്ങളുടെ സീറ്റിൽ ധാരണയായി. പിന്നീട് വടകരയിൽ ആര് എന്നതായി പ്രധാനപ്പെട്ട ചർച്ച. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കണമെന്ന് പലതരത്തിൽ സമ്മർദ്ദം ഉയർന്നു. VM സുധീരൻ മത്സരിക്കണമെന്ന് മുല്ലപ്പള്ളി തന്നെ VM സുധീരനോട് ആവശ്യപ്പെട്ടു. തിരിച്ച് മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന് VM സുധീരനും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും മുകുൾ വാസിങ്ങിന്റെ ഭാഗത്തു നിന്നും മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന് സമ്മർദ്ദമുണ്ടായി. എന്നാൽ ഈ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മത്സരത്തിനില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു. പിന്നീടാണ് ഇത്തരം സ്ഥാനാർത്ഥികളിലേക്ക് പ്രധാനമായും ഊന്നിയത്. വിദ്യാ ബാലകൃഷ്ണന്റെ പേര് വന്നു. അതിൽ പ്രാദേശിക എതിർപ്പുയർന്നു. പ്രവീണിന്റെ പേര് വന്നു. സജീവ് മാറോളിയുടെ പേര് വന്നു. ഇതിൽ നിന്നാണ് പ്രവീണിന്റെ പേരിന് പ്രാമുഖ്യം കിട്ടിയത്. പ്രവീൺ K മുരളീധരനൊപ്പം നിൽക്കുന്ന നേതാവാണ്. വളരെ തുടക്കം മുതൽ തന്നെ K മുരളീധരനൊപ്പം ഉറച്ചു നിൽക്കുന്ന നേതാവാണ്. കോഴിക്കോട് നിന്നുള്ള നേതാവാണ്, യുവ നേതാവാണ്. ഈ പരിഗണന എല്ലാം വെച്ചുകൊണ്ടാണ് പ്രധാനമായും പ്രവീണിന്റെ പേരിലേക്ക് വന്നിരിക്കുന്നത്. പ്രവീണിന്റെ പേര് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും മുതിർന്ന നേതാവ് വരണം എന്നുള്ളത് തന്നെയായിരുന്നു സാധാരണ പ്രവർത്തകരുടെ വികാരം. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കളുടെയും വികാരം. എന്നാൽ ഇത് അംഗീകരിക്കാൻ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ പലരും തയ്യാറായില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രതിഫലനം സ്വാഭാവികമായും ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ മത്സരത്തിന് തയ്യാറല്ലാത്തപ്പോൾ ബാക്കിയുള്ള നേതാക്കളിൽ പ്രാദേശികമായി സ്വാധീനമുള്ള നേതാവ് ഈ പരിഗണനയാണ് പ്രധാനമായും പ്രവീൺ നൽകിയത്. പക്ഷേ ഇക്കാര്യത്തിൽ കിരൺ, വടകര മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ MP ആയിരുന്നയാളാണ്.
KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുവെക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് വ്യക്തിപരമായി കൂടിയില്ലേ? ഏറ്റവും ഒടുവിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത മണ്ഡലത്തിലാണ് ഒരു ശരിയായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാത്ത വിധം കോൺഗ്രസ് കുഴങ്ങുന്നത്. അതിൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഏൽക്കേണ്ടി വരില്ലേ? നേരത്തെ കിരൺ പറഞ്ഞത് ഞാൻ കേട്ടു, സിദ്ദിഖിലാണ് വടകരയിൽ മത്സരിക്കേണ്ടതെന്നാണ് മുല്ലപ്പള്ളി ആഗ്രഹിച്ചത്. അത് നടപ്പായില്ല. പക്ഷേ അത് ഏറ്റെടുത്ത് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ബോധ്യപ്പെടുത്തി അവിടെ സിദ്ദിഖിനെ മത്സരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? അതിൽ നിന്ന് വഴിമാറിയത് യഥാർത്ഥത്തിൽ കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയായിരുന്നില്ലേ? വല്ലാത്തൊരു ഉത്തരവാദിത്വം മുല്ലപ്പള്ളിക്ക് മേൽ വ്യക്തിപരമായും വരികയല്ലേ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ? ശരത്ത്, തീർച്ചയായും വടകരയെ സംബന്ധിച്ച് വടകരയിൽ ആര് മത്സരിച്ചാലും അവർ വിജയിപ്പിക്കേണ്ടതിന് ഉത്തരവാദിത്തം മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ്. പ്രത്യേകിച്ച് വടകരയിൽ P. ജയരാജനാണ് മത്സരിക്കുന്നത്. കേരളമാകെ UDF-ഉം കോൺഗ്രസും ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ മുദ്രാവാക്യമാണ്. അതിൽ മുഖ്യ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആളാണ് P. ജയരാജൻ. ആ P. ജയരാജനോട് മത്സരിക്കാൻ കോൺഗ്രസിലെ കരുത്തരായ നേതാക്കൾ വരണം എന്നുള്ളതും P. ജയരാജനെ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തണമെന്നുള്ളതും കേരളത്തിൽ ആകമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരമാണ്. ഈ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിന്റെ കണക്കൂട്ടലുകൾ പാളിയത് പ്രധാനമായും T. സിദ്ദിഖ് അവസാന നിമിഷം ഇവിടെ അംഗീകരിക്കും എന്നുള്ള ഐയുടെ സീറ്റാണ് വയനാട് സീറ്റ്. അത് വിട്ടുകൊടുക്കാൻ I ഗ്രൂപ്പ് തയ്യാറാവില്ല. A ഗ്രൂപ്പിന് സ്വാഭാവികമായും സിദ്ദിഖിനെ സംബന്ധിച്ച് കോഴിക്കോട് DCCയുടെ പ്രസിഡന്റാണ്. കോഴിക്കോട് DCCയുടെ പരിധിയിൽ വരുന്ന പ്രധാന മണ്ഡലങ്ങളെല്ലാം കോഴിക്കോട് DCCയുടെ പരിധിയിൽ വരുന്നതാണ് വടകര സീറ്റ്. അതുകൊണ്ട് തന്നെ T. സിദ്ദിഖ് തയ്യാറാവും എന്നുള്ള നിലപാടിലായിരുന്നു അദ്ദേഹം. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു നിലപാടാണ് ഉമ്മൻചാണ്ടി സ്വീകരിച്ചത്. ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവെച്ച് ഉമ്മൻചാണ്ടി തയ്യാറായില്ല. അതിനപ്പുറം ഉമ്മൻചാണ്ടിയുടെ നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ട് ഫലപ്രദമായി ചെറുക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് ഇതിൽ കരുതുക. നിശ്ചയമായും ആ നിലയിൽ ഇപ്പോൾ കിരൺ സൂചിപ്പിച്ച ഒരു രാഷ്ട്രീയ പ്രാധാന്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ കൈവരികയാണ്. വടകരയിലെ രാഷ്ട്രീയ പോരാട്ടത്തെ ഏറ്റെടുക്കാൻ P. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ വടകരയ്ക്ക് വന്നിട്ടുള്ള രാഷ്ട്രീയ മാനം അതിനെ അതേ നിലയിൽ ഏറ്റെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. നേതാക്കൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ടം മുതൽ ഉയർന്നു വന്ന വിമർശനം കൂടുതൽ പ്രകടമാവുകയാണ്. ഏതായാലും പ്രവീൺ കുമാറിലേക്കാണ്, KPCC സെക്രട്ടറി പ്രവീൺ കുമാറിലേക്കാണ് ഇപ്പോൾ KPCCയുടെ പേര് KPCC ആ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡിലേക്ക്. ഉണ്ണി, പക്ഷേ വടകരയുമായി ബന്ധപ്പെട്ട അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇപ്പോൾ പോലും രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി, കാസർഗോഡ് എത്തി, പെരിയയിൽ ആ കൊല്ലപ്പെട്ട 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ സന്ദർശനമൊക്കെ നടത്തിയതാണ്. ആ മേഖലയിൽ നിലനിൽക്കുന്ന അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാകുന്നയാളാണ് രാഹുൽ. ഈ സ്ഥാനാർത്ഥി നിർദ്ദേശം ഇവർ മുന്നോട്ട് വെച്ചാൽ അത് ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം, മത്സരത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറ്റെടുക്കാൻ കഴിയുന്ന ആളാണോ എന്ന രാഹുലിൻ്റെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഒരുപക്ഷേ ഈ നേതാക്കൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി മറുപടി നൽകാനാകുമോ? അങ്ങനെ വന്നാൽ രാഹുൽ ഗാന്ധി ഈ നിർദ്ദേശം അംഗീകരിക്കും എന്നും കരുതാനാവുമോ? ശരത്, അത് തന്നെയാണ് ചോദ്യം. കാരണം വിദ്യാബാലകൃഷ്ണന്റെ പേര് വന്നപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ വിദ്യാബാലകൃഷ്ണന് പല ഗുണങ്ങളും ഉയർത്തിക്കാട്ടപ്പെട്ടതാണ്. യുവ നേതാവ്, വനിതാ പ്രാതിനിധ്യം, സാമുദായിക സമവാക്യം, CPM-നെ കോർപ്പറേഷനിൽ 2 സ്ഥലത്ത് പരാജയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും ഉയർന്ന ചോദ്യം വിദ്യാബാലകൃഷ്ണനെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. അതേ അവസ്ഥ തന്നെയാണ് വീണ്ടും വരുന്നത്. പ്രവീൺ കുമാറിന്റെ പേര് രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ എത്തുമ്പോഴും ഈ ചോദ്യങ്ങൾ തന്നെ അവശേഷിക്കുന്നു. ജയരാജനെതിരെ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമോ? കൊലപാതക രാഷ്ട്രീയം അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയം എന്ന CPM-ന്റെ ആ ഒരു എതിരായ പ്രചാരണത്തെ വലിയ രീതിയിൽ സംസ്ഥാനമാകെ അലയടിക്കുന്ന രീതിയിൽ വടകരയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രവീൺ കുമാറിന് കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾ തന്നെയാണ് അവശേഷിക്കുന്നത്. ആ ചോദ്യം രാഹുൽ ഗാന്ധിയുടെ ഈ തീർപ്പിലും എത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്നലെ തന്നെ വലിയ സമ്മർദ്ദം ഹൈക്കമാൻഡിലേക്ക് പോലും എത്തിയതാണ്. ACC-യിലേക്ക് സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു. മുകുൾ വാസ്നിക്കിനെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ മുല്ലപ്പള്ളി തന്നെ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. അതുകൊണ്ട് കൃത്യമായി ഹൈക്കമാൻഡിനും കാര്യങ്ങൾ ധാരണയുണ്ട്. മുല്ലപ്പള്ളി വന്നാൽ അവിടെ നല്ലൊരു മത്സരത്തിനും കോൺഗ്രസിന് വിജയസാധ്യതയും ഉണ്ടെന്നാണ് സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കൾ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. അത് മുകുൾ വാസ്നിക്കിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ നന്നായി അറിയുകയും ചെയ്യാം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തന്നെ മുതിർന്ന നേതാവ് മൻമോഹൻ സിംഗ് മുല്ലപ്പള്ളിയോട് മത്സരിച്ചുകൂടെ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ മുല്ലപ്പള്ളി തന്റെ നേരത്തെയുള്ള തീരുമാനം ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ സ്വാഭാവികമായും രാഹുലിന്റെ മനസ്സിൽ 2 ചോദ്യങ്ങളുണ്ടാകും. പ്രവീൺ കുമാർ നിന്നാൽ കാര്യങ്ങൾ നടക്കുമോ, അല്ല മുല്ലപ്പള്ളി തന്നെ വരണമോ എന്ന്. ഒരുപക്ഷെ രാഹുൽ മുല്ലപ്പള്ളിയോട് വീണ്ടും മത്സരിക്കാനായി ആവശ്യപ്പെട്ടേക്കും. അങ്ങനെ ഒരു ആവശ്യത്തിന് മുല്ലപ്പള്ളി വഴങ്ങുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ അവിടെ ആ വാതിൽ അടയാനുള്ള സാധ്യതയാണുള്ളത്. അല്ലാതെ വലിയ സമ്മർദ്ദത്തിലൂടെ മുല്ലപ്പള്ളിയെ മത്സര രംഗത്തേക്ക് രാഹുൽ കൊണ്ടുവരുമോ എന്നതിൽ പല കോൺഗ്രസ് നേതാക്കളും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും രാഹുലിന്റെ